ഉർവശി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? എന്താ ആരും വിളിക്കാഞ്ഞേ? ഞാൻ വന്നിട്ട് കുറച്ചേരായി. എന്നിങ്ങോട്ട് കേറ്റോന്നറിയില്ലല്ലോ. അതെന്തിനാ ഇങ്ങോട്ട് കേറ്റാതിരിക്കുന്നത്? ഉർവശി വാ വാ. ഉർവശി തൊഴുതോളൂ. വസൂരി ഭേദമായ ഏതെങ്കിലും ഒരു ദേവീക്ഷേത്രത്തിൽ പോണം. അത് സൗകര്യം പോലെ നാളെയോ മറ്റന്നാളോ മതി. ശരിയെടുത്തി. അസുഖം ഭേദമായ സ്ഥിതിക്ക് ചെറിയമ്മയ്ക്കിനി ഇവിടെ തന്നെ നിൽക്കാലോ. അറിഞ്ഞൂടാ, ചന്ദ്രേട്ടൻ എന്താ പറയുന്നത് നോക്കിയിട്ട്. ആ, മുൻപത്തെ പോലെ അല്ലല്ലോ. ചട്ടങ്ങളൊക്കെ മാറിയില്ലേ കണിമംഗലത്ത്? കൽപ്പനെ ചെറിയ മുറിയിലുണ്ടോ? ആ ഉണ്ട്, തനിച്ചല്ല. എല്ലാം ഭേദായി. ഞാനിപ്പോ കുളിച്ചു. ചന്ദ്രു, പൂജയുടെ കാര്യം പറയേ. കഴിഞ്ഞ ദിവസം തിരുമേനി പറഞ്ഞ പൂജ ഈ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഐശ്വര്യത്തിന് വേണ്ടിയാ. പ്രത്യേകിച്ചും നമ്മളെ രക്ഷിക്കാൻ വന്ന ഈ സാറയ്ക്ക് വേണ്ടി. സാറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതും വഴിപാട് നടത്തേണ്ടതും നമ്മളൊക്കെ തന്നെയാ. തിരുമേനി പറഞ്ഞ് ഏൽപ്പിച്ച ഐശ്വര്യ പൂജ നടക്കണം. അതിന് രാധികയെ കൂട്ടിക്കൊണ്ടു വന്നേ പറ്റൂ. അത് ഉർവശി ചെയ്യണം. എനിക്ക് പറ്റില്ല. ഞാൻ ചെന്ന് വിളിച്ചാലും രാധിക വരില്ല. പോയി വിളിക്ക്. വന്നില്ലെങ്കിൽ നമുക്ക് മറ്റു മാർഗങ്ങൾ നോക്കാം. അതല്ല പോകാൻ ബുദ്ധിമുട്ടാണെന്നാണ് മറുപടിയെങ്കിൽ കണിമംഗലത്ത് നിന്നും ഇറങ്ങിപ്പോകാൻ എനിക്ക് പറയേണ്ടി വരും. പിന്നെ പൂജയ്ക്ക് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ചന്ദ്രന്റെ അമ്മയെ കൂടി വിളിക്ക്. ഇനി അങ്ങനെ ഒരു ശാപം ബാക്കി കിടക്കണ്ട. സാറ പറഞ്ഞത് കേട്ടില്ലേ? രണ്ടുപേരെയും പോയി ക്ഷണിക്കണം. സാറാ വരൂ. എന്താ ഉർവശി, സങ്കടം വല്ലതും തോന്നുന്നുണ്ടോ നിനക്ക്? കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ മറ്റുള്ളവരുടെ സങ്കടത്തിന്റെ വില നിനക്ക് അറിയില്ലായിരുന്നു. കാരണം അഹങ്കാരത്തിന്റെ മുകളിൽ കൂടുകൂട്ടി കാഴ്ചക്കാരായി ഇരിക്കുമായിരുന്നു നീ. ഇപ്പോഴോ? എനിക്ക് മനസ്സിലായി എടുത്തി. വെറും തിരിച്ചടിയല്ല എനിക്ക് കിട്ടിയത്. ചെറിയമ്മേ, നമുക്ക് വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. നമ്മള് ദുഷ്ടത കാണിച്ചിട്ടുണ്ട്. പക്ഷെ മാപ്പ് പറയാനായി ഞാൻ അടുത്ത് ചെന്നപ്പോ രാധിക എന്നോട് ക്ഷമിച്ചു. എന്റെ ജീവിതം ഭംഗിയാക്കാനുള്ള കാര്യങ്ങളും അവൾ എനിക്ക് പറഞ്ഞു തന്നെന്റെ കൂടെ നിന്നു. ചെറിയമ്മ അവളോട് സ്നേഹത്തോട് പറയും, അവള് വിഷമിപ്പിക്കില്ല. ഞാൻ പറയാം. ഞാനും പഠിച്ചു എടുത്തി. ഇനി എന്റെ ജീവിതത്തിൽ ഞാനും തെറ്റുകളൊന്നും ചെയ്യില്ല. ഇത്രയും കാലം ആർഭാടങ്ങൾക്ക് പിന്നാലെ പാഞ്ഞില്ലേ? ഇനിയെങ്കിലും സത്യസന്ധരായ മനുഷ്യരുടെ കൂടെ നിന്ന് നോക്ക്. മനസ്സമാധാനം അവിടെ നിന്നേ ഉണ്ടാവൂ. ഞാൻ കേട്ടത് എന്റെ അമ്മയുടെ ശബ്ദം തന്നെയാ. അത്രയ്ക്ക് ഉറപ്പാ എനിക്ക്.
ആ പയ്യൻ പറഞ്ഞതും മോള് വിളി കേട്ടതും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോ സത്യം തന്നെ ആയിരിക്കാനാ വഴി. അതെ മുത്തശ്ശി, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അകത്തേക്ക് കടക്കുമ്പോ അവർ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന എന്തിനാ? മാനസികാരോഗ്യ കേന്ദ്രമല്ല, ശരിക്കൊരു ഗുണ്ടാത്താവളം പോലെയാ. എന്തായാലും നിങ്ങൾ ACP സാറിനെ കണ്ട് വിവരം പറഞ്ഞല്ലോ മോളെ. ഇനി പോലീസിന് പറഞ്ഞാലേ ഒരു നടപടി എടുക്കാൻ പറ്റൂ. നിങ്ങൾ എത്ര തവണ ചെന്നാലും അവരിങ്ങനെ എന്നെ പെരുമാറൂ. അതെ അമ്മ, ACP സാറിന് അമ്മയെ വലിയ കാര്യം. സാറ് പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാനേ അപ്പുറത്തെ ഓമനയൊന്ന് കാണട്ടെ. എന്തിനമ്മ? വൈകുന്നേരം അവൾ ഈ വഴി വരുമ്പോ ആ കുറിക്കാശ് ഒന്ന് കൊണ്ടുവരാൻ പറയാനാ. ആ, നമ്മുടെ സൗമിനിയുടെ അവിടുത്തെ. ശരി അമ്മ പോയിട്ടാ. വിഷമിക്കില്ലേ മോളെ? ഈ ലോകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്, നമ്മൾ ചിന്തിച്ചാ പോലും എത്താത്ത സ്ഥലങ്ങള്. എന്നിട്ടും നിന്റെ അമ്മയെ നിന്റെ കൺമുന്നിൽ തന്നെയല്ലേ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. നിന്റെ കാതിൽ ആ വിളി കേൾപ്പിച്ചില്ലേ? അതിന്റെ അർത്ഥം അമ്മ നിന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയല്ലേ? ഉർവശി എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? എന്താ ആരും വിളിക്കാൻ? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. എന്നിങ്ങോട്ട് കയറ്റുമെന്നറിയില്ലല്ലോ. അതെന്തിനാ ഇങ്ങോട്ട് കേറ്റാതിരിക്കുന്നത്? ഉർവശി വാ വാ. അമ്മേ, ഒരാള് കാണാൻ വന്നിട്ടുണ്ട്. ഇവളോ? എന്താ യശോദേ കാര്യം? കാര്യമൊന്നും പറഞ്ഞില്ല. വന്നിട്ട് കുറച്ചു നേരമായി. അവിടെ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. ഒതുങ്ങി നിൽക്കുക എന്നല്ല അതിന് പറയേണ്ടത്, പതുങ്ങി നിൽക്കുക എന്നാ. ഉർവശി പതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്കെന്തോ വരാൻ പോകുന്നുവെന്നാ. അമ്മ ക്ഷമിക്കണം, ഞാൻ എല്ലാവരെയും ഒന്ന് കാണാൻ